ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയുടെ മുന്നിൽ ആ താലി വീണ്ടും കിട്ടുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മണിയനെ പിടിച്ചിട്ട് കൃഷും സംഘവും കൂടിയിട്ട് കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ താലി ഒരു താലത്തിലാക്കിയിട്ട് തൻ്റെ കാൽക്കൽ സമർപ്പിക്കണമെന്ന് മണിയനോട് പറയുന്നു. അത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കൺമണി അദ്ദേഹത്തെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഈ വിവരം, അതായത് ഈ താലി തിരിച്ചു കിട്ടിയ വിവരം തന്നെ സുമിത്ര അറിയുന്നു. അതിനുശേഷം തന്നെ അത് നേരെ ഭാഗ്യശ്രീയോട് ചെന്ന് സംസാരിക്കുന്ന സമയത്താട്ടോ അറിയുന്നത്. ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഹങ്കാരം അങ്ങ് മാനം മുട്ടെ വളർന്നുപോയി. അത് തിരിച്ചടിക്കാൻ ആരെങ്കിലും ഒന്ന് ഇറങ്ങുന്ന ഉറപ്പല്ലേ? ഇപ്പം കണ്ടില്ലേ നിങ്ങൾ, ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷെ കണ്ടോ നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കുന്നു, നിങ്ങൾ എന്നെ കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ വീണ്ടും തന്നെ ബലരാമനെയും അതുപോലെ മീരയും കാണിക്കുന്നുണ്ട് കേട്ടോ. ബലരാമനെ ഏകദേശം ഓക്കെ വരുന്ന സമയത്ത് തന്നെ മീരയ്ക്കൊരു പുസ്തകം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ നമ്പർ ഉണ്ട്, അത് പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ നമ്പർ തന്നെയാണ്. ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ മീര എങ്ങനെയെങ്കിലും ആ നമ്പറിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയുടെ കല്യാണം വീണ്ടും നടക്കുന്നതായിട്ടായിട്ടോ കാണിക്കുന്നത്. അവർ വഴിപാടിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതെങ്കിൽ പോലും ദേവിക്ക് അവർ വിവാഹം കഴിക്കുന്നത് കാണണമെന്നായിരിക്കും ആഗ്രഹം എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയുടെ വിവാഹം ഒരിക്കൽ കൂടി അവിടെ വെച്ച് നടക്കാനായിട്ട് പോകുന്നുട്ടോ. അങ്ങനെ പ്രശ്നങ്ങൾ അവിടുത്തെ തീരുക കേട്ടോ.